രക്തധമനികൾക്ക് കേടുവരുന്നു എന്നുള്ളത് മുൻകൂട്ടി പറഞ്ഞിരുന്ന ലളിതമായ ഒരു മൂത്രപരിശോധനയുണ്ട്. പക്ഷേ ഈ ടെസ്റ്റിനെ വേണ്ടത്ര ഗൗരവത്തിൽ ഡോക്ടർമാർ പോലും എടുക്കാറില്ല. ഇതാണ് മൂത്രത്തിലുള്ള പ്രോട്ടീൻ ലീക്ക്, പ്രത്യേകിച്ച് മൈക്രോ ആൽബുമിനൂറിയ. എന്തുകൊണ്ടാണ് മൂത്രത്തിലുള്ള പ്രോട്ടീൻ ലീക്ക് രക്തധമനികളുടെ കേടിന്റെ അടയാളമായി മാറുന്നത്? കിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലൊരു ഫിൽട്ടർ ആണെന്ന് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ രക്തത്തിലൂടെ ഒഴുകി നടക്കുന്ന ശരീരത്തിന് വേണ്ടാത്ത വേസ്റ്റ് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ട് മൂത്രത്തിലൂടെ കളയാണ്. എന്നാൽ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീന്, കോശങ്ങൾ, മറ്റ് ന്യൂട്രിയൻസ് ഇതെല്ലാം മൂത്രത്തിലൂടെ പോവാതെ കിഡ്നി രക്തത്തിൽ പിടിച്ചു വെക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ മൂത്രത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം കിഡ്നിയിലെ ഈ ഫിൽട്ടർ കേടുവന്നു എന്നുള്ളതാണ്. ഈ ഫിൽട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് എൻഡോത്തീലിയം എന്ന് പറയുന്ന നേർത്ത ഒരു പാളി കൊണ്ടാണ്. എന്നാൽ ഇതേ എൻഡോത്തീലിയം പാളികൾ തന്നെയാണ് ശരീരത്തിലെ മറ്റ് രക്തധമനികളിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കിഡ്നിയിൽ എൻഡോത്തീലിയം കേടുവന്നിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലെയും തലച്ചോറിലെയും കണ്ണിലെയും രക്തധമനികളുടെ എൻഡോത്തീലിയവും സാധാരണഗതിയിൽ ഒരുമിച്ച് കേടുവന്നിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലെ ഒരു റൂമിൽ ലീക്ക് വരുന്ന പോലെയാണ്. ആ റൂമിൽ ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അനുമാനിക്കാം മൊത്തത്തിലുള്ള പ്ലംബിങ്ങിന് പ്രശ്നങ്ങളുണ്ട്, മറ്റു റൂമുകളിലും വൈകാതെ ലീക്ക് തുടങ്ങാം. എൻഡോത്തീലിയം കിഡ്നിയിൽ കേടുവരുമ്പോൾ അത് പ്രോട്ടീൻ ലീക്കായിട്ടാണ് കാണുന്നതെങ്കിൽ ഹൃദയത്തിൽ അത് കേടുവരുമ്പോൾ അറ്റാക്കായിട്ടും തലച്ചോറിൽ കേടുവരുമ്പോൾ സ്ട്രോക്കായിട്ടും പുറത്തേക്ക് വരാം. പഠനങ്ങൾ കാണിക്കുന്നത് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്ന ഈ പ്രോട്ടീൻ ലീക്കുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗ സാധ്യത 3 ഇരട്ടിയിൽ കൂടുതലാണ്. മാത്രമല്ല എൻഡോത്തീലിയം എന്ന് പറയുന്ന ഈ തൊലി കേടുവരുമ്പോൾ രക്തത്തിനകത്ത് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, നീർക്കെട്ടിന്റെ അടയാളങ്ങൾ കൂടി വരികയാണ്. ഇത് പതുക്കെ രക്തം കട്ട പിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഷുഗറോ പ്രഷറോ കിഡ്നി അസുഖത്തിന്റെ കുടുംബ പാരമ്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിൻ റേഷ്യോ എന്ന് പറയുന്ന ലളിതമായ മൂത്രപരിശോധന ചെയ്യുക. ഇങ്ങനെയുള്ള വ്യക്തികൾ ഇത് നിർബന്ധമായിട്ടും ഓരോ വർഷം ചെയ്തിരിക്കണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് യൂറിൻ ACR 30 മുകളിലാണെങ്കിൽ ശ്രദ്ധിക്കണം, ഡോക്ടറെ കാണിക്കണം. BP നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം, ഷുഗർ കൺട്രോൾ ചെയ്യണം. മൂത്രത്തിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെട്ടു പോകുന്നത് തടയാനുള്ള നല്ല മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കണം. ഭക്ഷണത്തിലെ ഉപ്പിന്റെ അളവ് കുറക്കണം, വണ്ണം കുറക്കണം, കൃത്യമായിട്ട് എക്സർസൈസ് ചെയ്യണം. ഇതെല്ലാം രക്തധമനികളുടെ നീർക്കെട്ട് കുറയ്ക്കുകയാണ്. എന്നിട്ട് ഓരോ 3 മുതൽ 6 മാസം കൂടുമ്പോഴും ഈ ടെസ്റ്റ് വീണ്ടും ചെയ്തു നോക്കണം. കൂടുന്നുണ്ടോ എന്നറിയാൻ ട്രാക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും യൂറിൻ മൈക്രോ ആൽബുമിൻ അതല്ലെങ്കിൽ യൂറിൻ ACR ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഡോക്ടർ ഗൗരവത്തിലെടുത്തിട്ടുണ്ടോ? കമന്റ് ചെയ്യുക.